പകുതി വില തട്ടിപ്പിൽ പാലക്കാട് മുണ്ടൂരിലെ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. 276 പേരാണ് മുണ്ടൂരിലെ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പദ്ധതിയിൽ ചേർന്നത്. ബിജെപി നേതാക്കളുടെ നിയന്ത്രണത്തിലാണ് സൊസൈറ്റി പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം. ബിജെപി നേതാക്കൾക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് പരാതിക്കാർ ആരോപിക്കുന്നു. ഇക്ബാൽ അറക്കൽ ഇപ്പോൾ സൊസൈറ്റിക്ക് മുന്നിലുണ്ട്. ഇക്ബാൽ അറക്കൽ, ഈ തട്ടിപ്പിൽ പണം നഷ്ടമായവർ പണം കൈമാറിയത് ആർക്കൊക്കെയാണ്? ഇതിലെ ബിജെപിയുടെ പങ്കെന്താണ്? സുജയ്, ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് മുണ്ടൂരിലുള്ള ഈ നാഷണൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിന് മുന്നിലാണ്. ഇവിടെയാണ് ഇപ്പോൾ ഈ പാതി വിലയ്ക്ക് സാധനങ്ങൾ, സ്കൂട്ടർ ഉൾപ്പെടെ കിട്ടുമെന്ന പദ്ധതിയിലേക്ക് പേര് നൽകി, പൈസ അടച്ച പേര് നൽകിയ ആളുകൾ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത്. പല ആളുകൾക്കും 60,000-ലധികം രൂപയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് അല്പസമയം മുമ്പ് ഈ സൊസൈറ്റിയിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ആളുകൾക്കെല്ലാം ഇന്ന് ഈ ദിവസം, അതായത് ഫെബ്രുവരി 15 ഈ പരാതി വന്ന സമയത്ത് തന്നെ ഫെബ്രുവരി 15 പൈസയോ അല്ലെങ്കിൽ സ്കൂട്ടറോ തിരിച്ചു നൽകാമെന്നുള്ള കാര്യം സൊസൈറ്റിയിലെ ആളുകൾ ഉറപ്പ് നൽകിയെന്നാണ് ഇവർ പറയുന്നത്. ഇന്ന് ഇവിടേക്ക് വന്നപ്പോൾ അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിൽ ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പോലീസിലെ ചില ആളുകൾ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് ഇവർക്ക് പൈസ തിരിച്ചു നൽകാം എന്ന് പറഞ്ഞിരുന്നു. പൈസ തിരിച്ചു നൽകാം, സാധനം കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് സംസാരിക്കാൻ വരാന്ന് പറഞ്ഞു. നോക്കുമ്പോൾ BJPയുടെ OBC മോർച്ച ജില്ലാ പ്രസിഡന്റാണ് വിനോദ്, ഈ ബാങ്കിന്റെ പ്രസിഡന്റ്. മുങ്ങിയിരിക്കുകയാണ്. അഡ്മിൻ സ്ഥാനത്ത് നിന്ന് മാറുകയാണ്. ഉത്തരവാദിത്തമില്ലാത്ത 3 ജീവനക്കാരാണ്. ഞങ്ങൾക്ക് അറിയില്ല, പൈസ ഞങ്ങൾ വാങ്ങി, പക്ഷെ നിങ്ങൾ എന്താ ചെയ്തോന്നാ പറയണത്. അതിന് സംരക്ഷണം കൊടുക്കരുത് എന്നാ പറയണത്. ഈ 16 ആളുകളുടെ പരാതി കിട്ടി ഒരാഴ്ചയായിട്ട് ഇയാൾക്കെതിരെ ഒരു നോട്ടീസ് പോലും കൊടുത്തില്ല. അതാണ് പ്രശ്നം. സീഡ് സൊസൈറ്റി ഇതിനകത്ത് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. രണ്ടും അതേ ഡയറക്ടർമാര്, ഒരേ വിഭാഗം ആൾക്കാർ. ഈ രഘുവാണ് സീഡ് സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത്. അയാളും BJPയുടെ നേതാവാണ്. ഒരു പോലീസുകാരൻ, അതാ നമ്പർ ഞങ്ങൾ പറഞ്ഞത്. ആ പോലീസുകാരൻ ഇങ്ങനെ പറഞ്ഞു, ഇയാൾ നിരപരാധികളാണ്, ഇവർ ആക്ഷേപകരല്ല എന്ന് പറഞ്ഞു. ആ പോലീസുകാരൻ വിളിച്ചു എന്നാ പറഞ്ഞ അയാളുടെ നമ്പർ. അവർ തന്ന നമ്പറാണ് 790 766 49 21. അദ്ദേഹത്തിന്റെ നമ്പർ എന്നാണ് വിളിച്ചു പറഞ്ഞു എന്നാണ് പറയണത്. ഇപ്പോൾ പോലീസ് എടുക്കുന്ന സമീപനം ഞങ്ങൾക്കത് പൂട്ടിക്കാനൊന്നും പറ്റില്ല. പൂട്ടണമെന്നല്ല ഞങ്ങൾ പറയണത്. ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് തുറന്നാൽ മതി, ജനങ്ങളോട് മറുപടി പറയുമെന്ന് പറയാൻ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യണ പോലീസിന് കഴിയും. അതിന് മറിച്ച് പരാതിക്കാർ വരുമ്പോഴേക്ക് ബാരിക്കേഡ് തീർക്കുകയും കള്ളന്മാർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനം LDF ഗവൺമെന്റ് നിലപാടല്ല. ഏതായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ പണം നഷ്ടപ്പെട്ട വനിതകൾ ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര രൂപ നഷ്ടപ്പെട്ടു? 540 രൂപ. ഇന്ന് പൈസ തരാമെന്നാണ്? ഇല്ലില്ല, അവർ മാർച്ച് 15 ശേഷം മാർച്ച് 30 തീർക്കാന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഫോൺ വിളിച്ച് എടുക്കാറുമില്ല, ഒന്നുമില്ല, ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നുമില്ല. കഴിഞ്ഞൊരിക്കൽ അങ്ങനെ ഒരു 2 ആൾക്കാർ നമ്മൾ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്ത് വിട്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. ഒരു 10 ദിവസം മുമ്പ് ഇവിടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ബാങ്കിൽ വന്നപ്പോൾ പറഞ്ഞത് ഇന്ന് 15-ാം തീയതി ഒരു തീരുമാനത്തിൽ എത്താമെന്ന് ഒരാൾ പറഞ്ഞു. ആ വ്യക്തി ഇന്ന് ഇല്ല, അവരുടെ സ്ഥാപനം തന്നെയാണ്, അതേ സ്ഥാപനമാണ്. എന്നിട്ട് ഇവർ പറയുന്നത് ഇവിടെ ഈ 60,000 രൂപ വണ്ടിക്കും 6,000 രൂപ അവരുടെ കമ്മീഷനും 300 രൂപ മെമ്പർഷിപ്പും ഒരു വ്യക്തിയോട് വാങ്ങിച്ചിരിക്കണം. 66,320. ഇതിലെല്ലാവരും നേരത്തെ ഒരു ഫുള്ളായിട്ട് സജീവമായിട്ട് പകുതിവില തട്ടിപ്പിലെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. ഇക്ബാൽ അറക്കൽ, അവിടെ ഭാരവാഹികളുടെയും ഒക്കെ പ്രതികരണങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. വലിയ തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.